ശാന്തമായിട്ടിരിക്കാം. കൊരിന്ത്യസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 16 മുതലുള്ള തിരുവചനങ്ങൾ. കൊരിന്ത്യസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 16 മുതൽ. എന്നാൽ ആരെങ്കിലും കർത്താവിലേക്ക് തിരിയുമ്പോൾ ആ മൂടുപടം നീക്കപ്പെടുന്നു. കർത്താവ് ആത്മാവാണ്. കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. കർത്താവിന്റെ മഹത്വം കണ്ണാടിയിലെന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിന്റെ ദാനമാണ്. വലതുകരമുയർത്തി വീശിക്കൊണ്ട് കർത്താവിന്റെ മഹത്വം കണ്ണാടിയിലെന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിന്റെ ദാനമാണ്. ഇരുകരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് കർത്താവിന്റെ മഹത്വം കണ്ണാടിയിലെന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിന്റെ ദാനമാണ്. ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതി ചൊല്ലാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറയാം ഹല്ലേലൂയ. കുറച്ചുകൂടെ നന്നായിട്ട് ചിരിച്ചുകൊണ്ട് പറയാം ആരെങ്കിലും നോക്ക്. എല്ലാവരും അച്ഛനെ നോക്കിക്കൊണ്ട് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് മര്യാദക്ക് ചിരിക്കേ. എല്ലാവരും ഒന്ന് ഈശോയെ നോക്കിക്കൊണ്ടെന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്നലെ അച്ഛനോട് 2 പേര് ചോദിച്ചു. ഒരാൾ എറണാകുളത്തുനിന്ന് ചോദിച്ചു, ഒരാൾ ഇവിടെ വന്നപ്പോൾ ചോദിച്ചു, അച്ഛൻ ഭയങ്കര മഴയാണല്ലോ, ആരെങ്കിലും ഉണ്ടാവുമെന്ന് ചോദിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ അച്ഛൻ പറഞ്ഞു, മഴ പെയ്യുമ്പോൾ ആള് കൂടുതൽ വരുന്ന ധ്യാന കേന്ദ്രമാണ് ആവില. മഴ പെയ്ത തൊഴിലുറപ്പിന് പോണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. റബ്ബറും വെട്ടണ്ട അല്ലേ? റബ്ബറും വെട്ടണ്ട. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്താണ്? രൂപാന്തരീകരണമാണ്. ആദ്യമേ നിങ്ങൾക്ക് പ്രത്യേകം നന്ദി പറയുന്നു. കഴിഞ്ഞ ആഴ്ച സെബാസ്റ്റ്യനച്ഛനും ജോസഫച്ചനും നിങ്ങളെല്ലാവരും അച്ഛൻ്റെ അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. വ്യാഴാഴ്ച നമ്മുടെ പ്രാർത്ഥന നടക്കുമ്പോൾ അമ്മച്ചി ICUയിലായിരുന്നു. പ്രാർത്ഥന കഴിഞ്ഞ് ഒരു 4 മണിയൊക്കെ ആയപ്പോൾ ഡോക്ടർ പറഞ്ഞു വ്യാഴാഴ്ച തന്നെ ICUയിൽ നിന്ന് മാറ്റിക്കോളാൻ പറഞ്ഞു. ഹല്ലേലൂയ. തിങ്കളാഴ്ച ഡിസ്ചാർജ് ചെയ്തു, വീട്ടിലുണ്ട്. കരയടിച്ച കർത്താവിന് നന്ദി പറയുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് നന്ദി പറയുന്നു. അമ്മച്ചി തിരുനാളിന്, കർമ്മല മാതാവിന്റെ തിരുനാളിന് വരാമെന്ന് ഇപ്പോൾ വാക്കാൽ പറഞ്ഞിട്ടുണ്ട്. സാധിക്കട്ടെ. നന്ദി പറയാൻ വേണ്ടി വരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്താണ്? രൂപാന്തരീകരണമാണ്. ആർക്കാണ് രൂപാന്തരീകരണം സംഭവിക്കേണ്ടത്? ആർക്കാണത് സംഭവിക്കുന്നത്? നമുക്ക് ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? പറഞ്ഞേ, അടുത്തിരിക്കുന്ന ഒരാളുടെ മുഖത്ത് നോക്കി പറഞ്ഞേ, എനിക്ക് ഇപ്പോൾ രൂപാന്തരീകരണം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നാണോ ഒന്നും വിചാരിക്കണ്ട, പറഞ്ഞോ. പറഞ്ഞേ, എനിക്കിപ്പോൾ രൂപാന്തരീകരണം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ.
എന്ത് രൂപാന്തരീകരണമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ചില ആളുകൾ പറയും രൂപാന്തരീകരണം സംഭവിച്ചുകൊണ്ടാണ്. എന്താണ്? തടി കൂടിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ തടി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശരീരത്തിന്റെ രൂപാന്തരീകരണമല്ല, മനസ്സിന്റെ രൂപാന്തരീകരണത്തെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം. എങ്ങനെയാണ് രൂപാന്തരീകരണം സംഭവിക്കുന്നത്? ഇന്ന് ആദ്യമായിട്ട് ആ വിലയിൽ വന്നിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കരമുയർത്താവോ? ആദ്യമായിട്ട് വന്നിട്ടുള്ളവർ പള്ളിയുടെ അകത്ത് 5-6 പേരുണ്ട്, പുറത്ത് കുറച്ച് പേരുണ്ട്. ഓക്കെ, ശരി, ഇരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു മാറ്റം സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നമ്മുടെ മാനസികമായ, ശാരീരികമായ ദുർബല ശരീരം, കഴിഞ്ഞ ആഴ്ച നമ്മൾ അത് പഠിച്ചതാണ്. നമ്മളുടെ ദുർബല ശരീരത്തിന് ഈശോയുടെ മഹത്വമുള്ള ശരീരം പോലെ അത് ആയിത്തീരുകയാണ്. ഈ രൂപാന്തരീകരണം, പ്രിയപ്പെട്ടവരെ, മനസ്സിൽ മാത്രമല്ല സംഭവിക്കുന്നത്, ശരീരത്തിന്റെ ഓരോ കോശത്തിലും അതിന്റെ ചലനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. വിളിക്കാം ഈശോയെ. അപ്പോൾ നമുക്ക് രൂപാന്തരീകരണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, ഇത് സംഭവിച്ചേ മതിയാവൂ. ഇതൊരു ഓപ്ഷനുള്ള കാര്യമല്ല. നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തടി കൂട്ട്, ഇഷ്ടമുണ്ടെങ്കിൽ തടി കുറക്ക് എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് രൂപാന്തരീകരണം സംഭവിച്ചേ മതിയാവൂ. അവർക്ക് വിളിക്കാം ഈശോയെ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിശ്ചയമായും ഒരു ഓപ്ഷൻ ഇല്ലാതെ അബ്സല്യൂട്ട് ആത്യന്തികമായി സംഭവിക്കേണ്ട ഒരു കാര്യത്തെ കുറിച്ചാണ് വളരെ ഗഹനമായി മാസങ്ങളും വർഷങ്ങളും എടുത്ത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈശോ എങ്ങനെയാണ് രൂപാന്തരീകരണം സംഭവിക്കുന്നത്? ഈശോയെ ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് രൂപാന്തരീകരണം സംഭവിക്കുന്നത്. അതായത് ഈശോയുമായി ഇടപെടുന്നതിന്റെ പേരാണ് ഈ ആസ്വാദനം എന്ന് പറയുന്നത്. കർത്താവിന്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു, പരിശുദ്ധാത്മാവാൽ മറിയം ഗർഭം ധരിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാവട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, സർവേശ്വര മാലാഖയുടെ സന്ദേശത്താൽ അങ്ങേ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവവും കുരിശുമരണവും മുഖേന ഉയർപ്പിന്റെ മഹിമ പ്രാപിക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹാ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആദ്യം പറഞ്ഞു കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. കണ്ടുകൊണ്ടിരിക്കുക എന്നത് ഒരു ആസ്വാദനമാണെന്ന് നമ്മൾ പറഞ്ഞു. ഈ ആസ്വാദനം എന്ന് പറയുന്നത് അതിന്റെ ഒരു അടുത്ത തലത്തിൽ അടുത്തൊരു വാക്ക് അച്ഛൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. നമുക്ക് പരിചയമുള്ള വാക്കാണ്. ഈ ആസ്വാദനം എന്ന് പറയുന്നത് ഒരു ഇടപഴകലാണ്, ഒരു ഇടപെടലാണ്. എന്താണ് ആസ്വാദനം? ഇടപഴകലാണ്, ഇടപെടലാണ്. ഒരു സിനിമ നമ്മൾ കാണുമ്പോൾ അതിൽ ഇടപഴകലുണ്ടോ? ആസ്വാദനമുണ്ട്. നമ്മൾ അത് കാണുന്നു, ഇഷ്ടപ്പെടുന്നു, ചിരിക്കുന്നു. ചിരിക്കുന്നതിന്റെ കൂടെ അവർ കോമഡി പറയുമ്പോൾ നമ്മൾ ചിരിക്കുന്നു, ഇല്ലേ? അവര് കരയുമ്പോ നമ്മള് കരയുന്നു. സീരിയലിൽ ചേച്ചി കരയുമ്പോ നമ്മള് കൂടെ ഇരുന്ന്
കരയുന്നു, അവർ ചിരിക്കുമ്പോൾ, കോമഡി ഷോ കാണുമ്പോൾ അവർ ചിരിക്കുമ്പോൾ നമ്മളും ചിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ അതിൽ ആസ്വാദനമുണ്ട്. പക്ഷെ അതിലെന്തില്ല? ഒരു വ്യക്തിപരമായ ഇടപഴകലില്ല. അതാണ് ഈ ആസ്വാദനത്തിന്റെ അപ്പുറമാണ് ഈ ഇടപെടൽ അല്ലെങ്കിൽ ഇടപഴകൽ എന്ന് പറയുന്നത്. നമുക്ക് രൂപാന്തരീകരണം സംഭവിക്കുന്നത് കേവലം ആസ്വാദനത്തിലൂടെയല്ല. രൂപാന്തരീകരണം സംഭവിക്കുന്നത്, അല്ലേ, സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് വല്ല രൂപാന്തരീകരണം ഉണ്ടാവോ? അത് കഴിഞ്ഞു, നമ്മൾ എഴുന്നേറ്റ് പോകുന്നു, അല്ലേ? അടുത്ത ഷോയ്ക്കും അത് അങ്ങനെ തന്നെ ഓടും, നമ്മൾ അങ്ങനെ തന്നെ ഓടും. നമുക്ക് പ്രത്യേകിച്ച് രൂപാന്തരീകരണമൊന്നുമില്ല. ഇത് ഒരു ഇടപഴകലാണ്. ഈ ഇടപഴകലിന്റെ പേരാണ് വിശ്വാസം. ഇടപഴകലിനുള്ള മാധ്യമമാണ് വിശ്വാസം. അതിനുള്ള മാധ്യമമാണ് പ്രത്യാശ. അതിനുള്ള മാധ്യമമാണ് സ്നേഹം. അതിന്റെ മാർഗങ്ങളാണ്. ഇടപഴകലിനുള്ള മാർഗമാണ് പ്രാർത്ഥന. ഇടപഴകലിനുള്ള മാധ്യമമാണ് സാക്ഷ്യം എന്ന് പറയുന്നത്. ഇടപഴകലിന്റെ ഭാഗമാണ് സഹനമെന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏഴാമതായി ഈ ഇടപഴകലിന്റെ ഒരു മേഖലയാണ് ആത്മപരിത്യാഗം എന്നത്. ആത്മപരിത്യാഗത്തെ കുറിച്ചുള്ള 2 പ്രഭാഷണങ്ങൾ കഴിഞ്ഞു. 3-ാമത്തെ പ്രഭാഷണത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. റീക്യാപ്പ് കഴിഞ്ഞു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ കഴിഞ്ഞ 2 ആഴ്ചകളിൽ ഈ ലോകത്തിൽ നിന്ന് പിന്തിരിയേണ്ടതിന്റെ കുറെ ആവശ്യകതകൾ പറഞ്ഞു. ഈ ലോകത്തിലുള്ള സമ്പത്തിൽ നിന്ന് പിന്തിരിയുന്നതിനെ കുറിച്ച്, സ്ഥാനമാനങ്ങളിൽ നിന്ന് പിന്തിരിയുന്നതിനെ കുറിച്ച്, വസ്തുവകകളിൽ നിന്ന് പിന്തിരിയുന്നതിനെ കുറിച്ച് ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇന്ന് പ്രവേശിക്കുന്നത് ഡിറ്റാച്ച്മെന്റ് ഫ്രം വൺ സെൽഫ് എന്ന് പറയുന്ന ഒരു മേഖലയിലേക്കാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ വിട്ടുപേക്ഷിക്കേണ്ടത് ആരെയാണെന്ന് അമ്മ ത്രേസ്യ പറയും. നമ്മൾ ലോകത്തെ കന്യാസ്ത്രീകളോട് പറയുന്നതാണ്. നമ്മൾ ലോകത്തെ ഉപേക്ഷിച്ചവരാണ്. ആര്? മിണ്ടാമഠത്തിലെ കന്യാസ്ത്രീ. അവരപ്പനെയും അമ്മയെയും ഉപേക്ഷിച്ച് മിണ്ടാമഠത്തിലേക്ക് വന്നവരാണ്. അവര് വസ്തുവകകൾ വേണ്ട എന്ന് പറഞ്ഞവരാണ്. ഞങ്ങൾക്ക് അപ്പന്റെയും അമ്മയുടെയും സ്വത്തൊന്നും വേണ്ട എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തവരാണ്. ഞങ്ങൾ അച്ഛന്മാരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എഴുതി വെച്ചാലേ ഞങ്ങൾക്ക് വ്രതവാഗ്ദാനം ചെയ്യാൻ പറ്റുള്ളൂ. വ്രതവാഗ്ദാനത്തിന് മുമ്പ് എഴുതി വെക്കണം, ഞങ്ങൾക്ക് സ്വത്തൊന്നും വേണ്ട. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ സ്വത്ത് ഉപേക്ഷിച്ചവരാണ്, പ്രിയപ്പെട്ടവർ ഉപേക്ഷിച്ചവരാണ്. അങ്ങനെ കർത്താവ് മാത്രം മതി എന്ന് പറഞ്ഞ് ഈ മഠത്തിനുള്ളിൽ ഒതുങ്ങിയിരിക്കുന്നവരാണ്. അമ്മ ത്രേസ്യ പറയുകയാണ്, നമ്മൾ ഇങ്ങനെ മറ്റുള്ളതെല്ലാം ഉപേക്ഷിച്ചിട്ട് നമ്മൾ നമ്മളെ തന്നെ ഉപേക്ഷിച്ചിട്ടില്ലെങ്കിൽ, സ്വത്തുപേക്ഷിക്കാൻ എളുപ്പമാണ്. അപ്പം വേണ്ട, അമ്മ വേണ്ട എന്നൊക്കെ ഉപേക്ഷിക്കാൻ, മക്കള് വേണ്ട എന്നൊക്കെ ഉപേക്ഷിക്കാൻ എളുപ്പമാണ്. പക്ഷെ നമ്മളെ തന്നെ ഉപേക്ഷിക്കുക എന്നതാണ് ഏറ്റവും പ്രയാസകരമായ ത്യാഗം എന്ന് പറയുന്നത്. അങ്ങനെ സ്വയം എന്റെ ഇഷ്ടങ്ങൾ, അല്ലെ, കോൺവെന്റിന്റെ അകത്താണ് എന്ന് വിചാരിച്ച് എന്റെ ഇഷ്ടം എന്റെ ഉള്ളിൽ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ അതിനെയാണ് അമ്മ ത്രേസ്യ ഇങ്ങനെ പറയുന്നത്, നമ്മൾ വാതിലുകളൊക്കെ അടച്ചു. വാതിലടച്ചോ എന്ന് 2 പ്രാവശ്യം കുലുക്കി നോക്കി, അടച്ചു, കിട്ടു, കൂട്ടി, പിന്നെ ഒരു കമ്പി ഇട്ടു, ആശ്വാസമായി. വാതിലടച്ചു, ജനലടച്ചു, എല്ലാം അടച്ചു. പക്ഷേ പുറകിൽ വാതിലടച്ചില്ല. അതൊക്കെ എല്ലാം അടച്ചെന്ന്
എല്ലാം അടച്ചു, പക്ഷേ കള്ളനുള്ളിലാണെന്ന്. കള്ളനുള്ളിലാണ്. ഇതുപോലെയാണ് എല്ലാം അടച്ചിട്ട് എല്ലാം ഉപേക്ഷിച്ചവരെന്ന് പറഞ്ഞിരിക്കുന്നവരുടെ സ്വയം ആത്മപരിത്യാഗം ചെയ്യാത്ത, ഞാൻ എന്റെ തന്നെ ഇഷ്ടങ്ങൾ ഉപേക്ഷിച്ചിട്ടില്ലെങ്കിൽ എന്റെ കള്ളൻ എന്റെ ഉള്ളിൽ, വീടിന്റെ ഉള്ളിൽ കള്ളനെയാക്കി വാതിലടച്ചവനെ പോലെയാണ്. നേരം വെളുക്കുമ്പോ വല്ലതും ഉണ്ടാവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായി പരിത്യാഗം ചെയ്യേണ്ടത് ഈശോയെ പോലെയാകാനും ഈശോയുമായി ഇടപെടാനും വേണ്ടി. നമ്മൾ ചോദിക്കും, ഇതൊക്കെ എന്തിനാ ഉപേക്ഷിക്കണം? അല്ലെ, നമ്മുടെ ഇഷ്ടം അങ്ങനെ ഉപേക്ഷിക്കേണ്ട വല്ല കാര്യമുണ്ടോ? നമുക്ക് നല്ലൊരു ഡ്രസ്സ് ഇടാൻ ഒരു ഇഷ്ടം അല്ലേ? ഇപ്പം ആൾക്കാരൊക്കെ ഒത്തിരി സ്റ്റൈലൊക്കെ ആയിട്ട് ഒക്കെ പലതരത്തിൽ, ഒന്നും പറയാൻ കൊള്ളാത്ത പലതരത്തിലുള്ള വിധത്തിൽ ഡ്രസ്സ് ധരിക്കുന്ന ആളുകളുണ്ട്. എനിക്കും അതിനൊരാഗ്രഹം. അത് ഉപേക്ഷിക്കേണ്ട കാര്യമുണ്ടോ? ഉപേക്ഷിക്കേണ്ട കാര്യമുണ്ടോ? നമ്മുടെ കയ്യിൽ കാശുണ്ട്, അടുത്ത് സൂര്യ സിൽക്സ് ഉണ്ട്, പിന്നെ മറ്റു പേരൊന്നും പറഞ്ഞുവിടാം, പല കടകളുണ്ട്. അപ്പൊ അവിടെയൊക്കെ പോവാനായിട്ട് നമുക്ക് വണ്ടി സൗകര്യമുണ്ട്, കാശുണ്ട്. പോയി ഒരു ഡ്രസ്സ് തോന്നിയതുപോലെ മേടിച്ചിടുന്നതിന് വല്ല കുഴപ്പമുണ്ടോ? ഇല്ല. നമുക്ക് ഒരാഗ്രഹമുണ്ട്, ഒന്ന് പുറത്തു പോയി കുറച്ച് കാശ് കൂടുതലിന് കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു സന്തോഷിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അത് ഉപേക്ഷിക്കേണ്ട കാര്യമുണ്ടോ? നമുക്ക് തോന്നിയതുപോലെ ഒന്ന് കുറച്ചു നേരം കിടന്നുറങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. അത് ഉപേക്ഷിക്കേണ്ട കാര്യമുണ്ടോ? നമ്മുടെ ഒരു ആഗ്രഹമാണ്. അല്ലെങ്കിൽ കുറച്ചു നേരം, ഒരു 1/4 മണിക്കൂർ നേരം TV കണ്ടുകൊണ്ടിരിക്കണമെന്നൊരാഗ്രഹമുണ്ട്. അത് ഉപേക്ഷിക്കേണ്ട കാര്യമുണ്ടോ? ആരൊന്നും മിണ്ടാത്തത്? പ്രിയപ്പെട്ടവരെ, ആത്മപരിത്യാഗം എന്ന് പറയുന്നത് വേറെ ഏതോ രാജ്യത്തുള്ള ഒരു കാര്യത്തെ കുറിച്ചല്ല. ഇത് നമ്മുടെ ഉള്ളിൽ അനുദിനം സംഭവിക്കുന്ന, ഇതിനെയാണ് നമ്മൾ ഈ നൊയമ്പെടുക്കുന്നതും ഉപവാസിക്കുന്നതൊക്കെ ചെയ്യുമ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ അതിനെ ഒന്ന് ഘട്ടം ഘട്ടമായിട്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുള്ളൂ. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. പക്ഷെ ഇതിന്റെ ഒരു വില അറിയണം, അതിന്റെ ഒരു ആവശ്യം അറിയണം. മനുഷ്യപുത്രൻ ഈശോ തന്നെ കുറിച്ച് തന്നെ പറയുകയാണ്. ഈശോ എങ്ങനെയാണ് തന്നെ ഉപേക്ഷിച്ചതെന്നുള്ളതിന്റെ ഒന്നാമത്തെ ഒരു വചനം മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 45-ാമത്തെ തിരുവചനം എടുക്കാം. മർക്കോസ് 10:45 വായിക്കാം. മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും സ്വന്തം ജീവൻ അനേകർക്കു വേണ്ടി മോചനദ്രവ്യമായി നൽകാനുമത്രേ. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം, മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും സ്വന്തം ജീവൻ അനേകർക്കു വേണ്ടി മോചനദ്രവ്യമായി നൽകാനുമത്രേ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് വില കൂടിയ ഒരു വസ്ത്രം എടുക്കാൻ തോന്നുന്ന ഒരു സമയത്ത് ഈ ഒരു വചനം ഒന്ന് അങ്ങോട്ടൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിയേ. നമ്മൾ അല്ലെങ്കിൽ ഒരു പുതിയ ആഭരണം, അത് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, എന്നാലും ഇടാനായിട്ട് ഒരാഗ്രഹം, അത് ഇടാൻ തോന്നുന്ന അല്ലെങ്കിൽ വാങ്ങിക്കാൻ തോന്നുന്ന ഒരു സമയം, അല്ലെങ്കിൽ ഒരു കുറച്ചുകൂടെ ഒരു ലാവിഷായിട്ടുള്ള ഒരു ഭക്ഷണം, ആവശ്യമൊന്നുമില്ല എന്നാലും കഴിക്കാൻ തോന്നുന്നൊരു സമയം. ഈ വചനം അങ്ങോട്ടൊന്ന് അപ്ലൈ ചെയ്തേ. മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് എന്നുള്ളതിൻ്റെ അടുത്ത് ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ ജീവിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, അതായത് എനിക്ക് തിന്നു കുടിച്ച് സുഖിച്ച് ലാവിഷായിട്ട് നടക്കാൻ വേണ്ടിയല്ല മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. ഞാൻ വന്നിരിക്കുന്നത്, എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്?
ശുശ്രൂഷിക്കുക. അതായത് ഇങ്ങോട്ട് വാരി വാരി വലിച്ചെടുക്കുക എന്നതല്ല, ഇവിടെയുള്ളത് മുറിച്ച് കൊടുക്കുക എന്നതാണ്. മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ഇവിടെയുള്ളത് എന്നിലുള്ളത് മുറിച്ച് കൊടുക്കാൻ വേണ്ടിയാണ്, ശുശ്രൂഷിക്കാൻ വേണ്ടിയാണ്. സ്വന്തം ജീവൻ അനേകർക്കു വേണ്ടി മോചനദ്രവ്യമായി നൽകാൻ വേണ്ടിയാണ്. വെറുതെ അലസതയിൽ കിടന്നുറങ്ങാൻ വേണ്ടിയല്ല മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ആരെ പോലെ ആകണമെന്നാണ് നമ്മൾ ആദ്യം പറഞ്ഞത്? നമ്മൾ രൂപാന്തരപ്പെട്ട് ആരെ പോലെ ആയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നീ ശുശ്രൂഷിക്കുന്നതിന് തീഷ്ണത കാണിച്ചുകൊണ്ട്, നിന്നെ തന്നെ മുറിച്ചു കൊടുക്കുന്നതിന് തീഷ്ണത കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണോ? ഈശോയെ പോലെ ആകാൻ ആഗ്രഹിക്കുന്നവർ ഈ മനോഭാവത്തെ അനുകരിക്കണമെന്ന് ഈശോ പറഞ്ഞു. ഞാൻ ഇങ്ങനെയാടാ, നിങ്ങൾ ഇങ്ങനെ ആവ് എന്ന് പറഞ്ഞിട്ടാണ് മർക്കോസ് 10:45 ഈശോ പറഞ്ഞത്. മനുഷ്യപുത്രൻ ഇങ്ങനെയാണ്, അതായത് ഞാൻ ഇങ്ങനെയാണ്, നിങ്ങളും അങ്ങനെ ആയിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒരു വിശുദ്ധൻ ഡിഗ്നിറ്റി ഓഫ് പ്രീസ്റ്റ്ഹുഡ് എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അൽഫോൻസ് ലിഗോരി എന്ന് പറയുന്ന വിശുദ്ധന്റെ ഒരു പുസ്തകമുണ്ട്, എന്റെ കയ്യിലിരിക്കുന്നു. അപ്പോൾ ആ പുസ്തകത്തിൽ ഇപ്രകാരം എഴുതി വെച്ചിട്ടുണ്ട്. അച്ഛന്മാരോട് പറയാണ്, നിങ്ങൾക്കുള്ളതല്ല, നിങ്ങൾ പ്രഘോഷിക്കുന്ന വചനങ്ങൾ നിങ്ങൾക്ക് നേരെയുള്ള വിചാരണകളാണെന്ന്. അതായത് അച്ഛനിപ്പോ പറയാണ്, മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും ജീവൻ അനേകരുടെ മോചനദ്രവ്യമായി നൽകാനും വേണ്ടിയാണ് എന്ന് പറഞ്ഞ് ഈ വചനം പ്രഘോഷിക്കുകയും നമ്മൾ അപ്രകാരമാവുകയും ചെയ്യണമെന്ന് അച്ഛൻ പറയുമ്പോൾ, ഈ പറയപ്പെടുന്ന വചനം അച്ഛനെ വിചാരണ ചെയ്തിട്ട് ചോദിക്കും, നീ എങ്ങനെയാണ് കുഞ്ഞേ എന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ എല്ലാറ്റിൽ നിന്നും ഡിറ്റാച്ച്മെന്റ് ഉണ്ടായ ഒരു മനുഷ്യൻ ജോബിന് മക്കള് പോയി അല്ലെ? ജോബിന് എത്ര മക്കളുണ്ടായിരുന്നു? 10 മക്കളുണ്ടായിരുന്നു. എത്ര ആണ് എത്ര പെണ്ണ്? അങ്ങനെയാണല്ലോ. 2 ഉണ്ടെന്ന് പറയുമ്പോ 7 ആണും 3 പെണ്ണും ഉണ്ടായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ 10 മക്കളും ഒറ്റ ദിവസം മരിച്ചു. ഹല്ലേലൂയ. നമുക്ക് ഹല്ലേലൂയ. ജോബിന് 10 മക്കൾ. പിന്നെ ഉണ്ടായിരുന്ന ആടുമാടുകള്, ഒട്ടകങ്ങള് എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോ ജോബ് പറയുകയാണ്, എല്ലാം പോയില്ലേ? ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. ഞാൻ നഗ്നനായി വന്നു, നഗ്നനായി ഞാൻ ദൈവത്തിലേക്ക് തിരികെ പോകും. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. അതായത് ജോബിന് ഈ വസ്തുവകകളിലും തന്നിൽ തന്നെയും അല്ലെങ്കിൽ മക്കളിലും അതിനോടൊന്നും ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നില്ല. എല്ലാം പോയി. പക്ഷെ ദൈവം അവിടെ ഉണ്ടല്ലോ, ദൈവം വാഴ്ത്തപ്പെടട്ടെ എന്ന് പറയുന്ന ഒരു മനോഭാവം ഉണ്ടായിരുന്നു ജോബിന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ മനോഭാവത്തെയാണ് ഡിറ്റാച്ച്മെന്റ് ഫ്രം വൺ സെൽഫ് എന്ന് പറയുന്നത്. തന്നിൽ നിന്ന് തന്നെയുള്ള ഒരു പരിത്യാഗം. മറ്റെല്ലാം പോയി, എല്ലാം പോയി. പക്ഷെ എനിക്കെന്തെങ്കിലും സംഭവിക്കുമ്പോ അറിയാം അല്ലെ? ചില ആളുകൾ പറയാറില്ലേ, എന്നെ തൊട്ട. അത് എന്തുകൊണ്ടാണ്? എന്നെ തൊട്ട വിവരം അറിയുമെന്ന് പറയുന്നത് നമുക്ക് നമ്മളിൽ നിന്ന് തന്നെ എന്തില്ല? ഡിറ്റാച്ച്മെന്റ് ഇല്ല, പരിത്യാഗമില്ല. നമ്മൾ നമ്മളെ തന്നെ ഉപേക്ഷിച്ചിട്ടില്ല. നമ്മുടെ കള്ളൻ എവിടെയാണ്? ഹല്ലേലൂയ, ഇല്ലേ? നമ്മള് ഒരു ഉദാഹരണം, അച്ഛനൊരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ഉദാഹരണം പറയാം.
ഇപ്പോ അച്ഛൻ അപ്പച്ചനെ ഉപേക്ഷിച്ചു, അമ്മച്ചി ഉപേക്ഷിച്ചു, വീട് ഉപേക്ഷിച്ചു, പ്രിയപ്പെട്ടവരെ ഉപേക്ഷിച്ചു, അങ്ങനെ എല്ലാം ഉപേക്ഷിച്ച് നിൽക്കുകയാണല്ലോ. അപ്പോഴാണ് ബിഷപ്പ് അച്ഛനെ ഒരു ആവശ്യമില്ലാതെ ഒരു വഴക്ക് പറഞ്ഞെന്ന് വിചാരിക്കും. ഇനി നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് ബിഷപ്പ് അച്ഛനെ വഴക്ക് പറഞ്ഞെന്ന് പറയരുത്, അപ്പൊ വിചാരിച്ചു കഴിയുമ്പോ അപ്പൊ അങ്ങനെ വഴക്ക് പറഞ്ഞെന്ന് വിചാരിക്കുക. അപ്പൊ തന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് എന്ത് പൊന്തി വരും? നമ്മുടെ ഉള്ളിലുള്ള ഒരു ഈഗോ പൊന്തി വരും. അല്ലേ? പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ ഒരു ഭാര്യ, നിങ്ങൾക്ക് ഇപ്പൊ ഈ പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ ഒരു ഉദാഹരണം പറയാം. ഭർത്താവിന് ഭാര്യയുടെ വീട്ടുകാരെ ഉപേക്ഷിച്ചു, ഇല്ലേ? അപ്പനമ്മനെയൊക്കെ ഉപേക്ഷിച്ചിട്ടല്ലേ നിങ്ങളുടെ ഭർത്താവിന്റെ അടുത്ത് വന്നത്? ബാക്കിയുള്ളതൊക്കെ ഉപേക്ഷിച്ച് നിങ്ങൾ ഭർത്താവ് മതി എന്ന് പറഞ്ഞ് ഭർത്താവിന്റെ കൂടെ ജീവിക്കുമ്പോൾ, ഞാൻ എന്നെ തന്നെ ഉപേക്ഷിച്ച് ചേട്ടന് വേണ്ടി നൽകുന്നു എന്ന് പറയുമ്പോൾ, ഒരു ദിവസം നിങ്ങൾ ചെയ്യാത്തൊരു കുറ്റത്തിന് ചേട്ടൻ നിങ്ങളെ ശക്തമായിട്ട് പിണങ്ങി വഴക്ക് പറഞ്ഞു. അപ്പോ അറിയാം എന്തോരം ഉപേക്ഷിച്ചിട്ടുണ്ടെന്ന്. ഇങ്ങനെയാണെങ്കിൽ ഈ വീട്ടിൽ ഞാൻ വാടാ കൊച്ചുങ്ങളെ നമുക്ക് പോകാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ഉദാഹരണം കുറച്ചുകൂടി നന്നായിട്ട് പറയേണ്ടതാണ്, സമയമില്ലാത്തോണ്ട് പറയുന്നത്. അടുത്ത ഉദാഹരണത്തിലേക്ക് പോവാണ്. ദാനിയേലിന്റെ പുസ്തകത്തിൽ 1-ാം അധ്യായം 8-ാമത്തെ തിരുവചനത്തിൽ, ദാനിയേലിന്റെ പുസ്തകം 8-ാം അധ്യായം, സ്വയം ഉപേക്ഷിച്ചവന്റെ ആത്മപരിത്യാഗത്തിന്റെ ഒരു ഉദാഹരണമാണ് ദാനിയേൽ. ഇവനൊരു പ്രവാസിയാണ്, ചെറുപ്പക്കാരനാണ്, കൊച്ചാണ്, യുവാവാണ്. ഈ യുവാവിനെ പഠനങ്ങൾ പറയുന്നത് 10-ാമത്തെ വയസ്സിൽ ദാനിയേൽ പ്രവാസത്തിലേക്ക് കൊണ്ടുപോകപ്പെട്ടുവെന്ന. അപ്പോൾ ഈ ഒരു 10 വയസ്സുള്ള കൊച്ച് വീട്ടുകാരെയൊക്കെ വീട്ടിൽ നിന്ന് നാട് കടത്തപ്പെട്ട ഒരു അടിമയായി പിടിക്കപ്പെട്ട ഈ കൊച്ചിന് അന്യദേശത്ത് ചെന്നപ്പോ രാജാവിനെ കണ്ടപ്പോ, രാജാവിന്റെ അധികാരികൾക്ക് കണ്ടപ്പോ ഇവൻ മിടുക്കനാണെന്ന് തോന്നിയിട്ട് അവനെ ഒന്ന് നല്ല സ്കോളർഷിപ്പ് കൊടുത്ത് പഠിപ്പിക്കാമെന്ന് വിചാരിച്ച് ഇവനെ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് നിർത്തിയാക്കാണ്. സ്കോളർഷിപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട്, നവോദയ സ്കോളർഷിപ്പ് പഠിപ്പിക്കാൻ വേണ്ടി നിർത്തി കഴിഞ്ഞപ്പോ 1:8 അച്ഛൻ വായിക്കാം. എന്നാൽ രാജാവിന്റെ വിഭവസമൃദ്ധമായ ഭക്ഷണം കൊണ്ടോ അവൻ കുടിച്ചിരുന്ന വീഞ്ഞുകൊണ്ടോ മലിനനാവുകയില്ല എന്ന് ദാനിയേൽ നിശ്ചയിച്ചു. എനിക്ക് സ്കോളർഷിപ്പ് കിട്ടി, ഞാൻ രാജാവിന്റെ കൊട്ടാരത്തിൽ എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടെ രക്ഷപ്പെട്ട് നിൽക്കുമ്പോ അവന്റെ ചിന്ത എന്താണെന്നറിയാവോ? എനിക്ക് തിന്നാൻ കിട്ടി, എനിക്ക് കുടിക്കാൻ കിട്ടി എന്നല്ല, എന്റെ കർത്താവ് എന്റെ വീട്ടിൽ നിന്ന് ഞാൻ പഠിച്ച ചില പാഠങ്ങളുണ്ട്, എന്റെ വീട്ടിൽ നിന്ന് ഞാൻ പഠിച്ച വിശ്വാസചര്യകളുണ്ട്, എന്റെ വീട്ടിൽ നിന്ന് എനിക്ക് കിട്ടിയ ചില സുഹൃതങ്ങളുണ്ട്. അത് വിട്ട് കളഞ്ഞിട്ട് എനിക്കൊരു ഭക്ഷണം വേണ്ട, എനിക്കൊരു പഠിപ്പ് വേണ്ട, എനിക്കൊരു കുന്തവും വേണ്ട എന്ന് ഇവൻ അങ്ങോട്ട് പറഞ്ഞു മുഖത്ത് നോക്കി. നമ്മുടെ മക്കള് നവോദയ സ്കൂളിൽ അഡ്മിഷൻ കിട്ടുമ്പോ അവിടെ ചെല്ലുമ്പോ പ്രാർത്ഥനയില്ല, പള്ളി പോകാൻ പാടില്ലെങ്കിലും കുഴപ്പമില്ല, പ്രാർത്ഥനയില്ലെങ്കിലും കുഴപ്പമില്ല, ഇവിടുത്തെ സ്കോളർഷിപ്പ് മതി. കാറ്റഗീസും ഇല്ല, ഒരു കുഴപ്പമില്ല, സ്കോളർഷിപ്പ് കിട്ടിയാൽ മതി, ഇവിടുത്തെ സുഖ സൗകര്യങ്ങൾ കിട്ടിയാ മതി. എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇതാ ഒരു പയ്യൻ പറയാണ്, 10 വയസ്സ്, 5-ാം ക്ലാസ്സുകാരൻ പറയാണ്, രാജാവിന്റെ വീഞ്ഞോ രാജാവിന്റെ വിഭവസമൃദ്ധമായ ഭക്ഷണോ കർത്താവിന് നിരക്കാത്തതൊന്നും എനിക്ക് വേണ്ട. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ ഈ അവന്മാരുടെ നായകനോട് അഭ്യർത്ഥിക്കുകയാണ്, ഞാൻ മലിനനാകാതിരിക്കാൻ എന്നെ സഹായിക്കണമേ, എന്റെ മേൽ അഴുക്ക് വീഴാതിരിക്കാൻ, ഞാൻ എന്റെ കർത്താവിനെ ഉപേക്ഷിക്കാതിരിക്കാൻ എന്നെ സഹായിക്കണമേ. ഹോസ്റ്റലിൽ നടത്തുന്ന സിസ്റ്റർ പറഞ്ഞു, കാലത്ത് നേരം വെളുത്തപ്പോ കുർബാനയുടെ സമയമായപ്പോ കൊച്ചിന് അവിടെ കിടക്കുന്നോടത്ത് ഡോർമറ്ററി ചെന്ന് പോയി വിളിച്ചിട്ട് പോലും എഴുന്നേറ്റ് വന്നില്ല. മോളെ എഴുന്നേക്ക്, കുർബാനയുടെ സമയമായി വാ എന്ന് പറഞ്ഞ് വിളിച്ചിട്ട്, അതൊക്കെ ഞങ്ങളുടെ ഇഷ്ടമാണ്, അതൊക്കെ ഞങ്ങളുടെ സ്വാതന്ത്ര്യമാണ് എന്ന് പറയുന്ന മക്കളുള്ളൊരു കാലഘട്ടത്തിൽ ഒരു 5-ാം ക്ലാസ്സുകാരൻ ഇങ്ങനെ പറഞ്ഞത്രേ, എനിക്ക് പ്രാർത്ഥിക്കാൻ ഒരു അവസരം തരണമേ എന്ന്.
ഹല്ലേലൂയ. ആ പറയുന്നത് നിന്റെ കുഞ്ഞായിരിക്കുമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോ ദാനിയേൽ ഈ വിഭവസമൃദ്ധമായ ഭക്ഷണമൊക്കെ അങ്ങോട്ട് ഉപേക്ഷിച്ചത് കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ വേണ്ടിയാണ്. പൗലോസ് അപ്പോസ്തലൻ വിവാഹം കഴിക്കാതിരുന്നത് കർത്താവിന് വേണ്ടി ജീവിക്കാൻ വേണ്ടിയാണ്. പൗലോസ് പറഞ്ഞു, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിതനായിരിക്കുന്നു. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 20-ാമത്തെ തിരുവചനം. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിതനായിരിക്കുന്നു. എനിക്ക് എന്റെ ഇഷ്ടങ്ങളില്ല, എനിക്ക് എന്റെ ആഗ്രഹങ്ങളില്ല. ഇനി എന്നിൽ ജീവിക്കുന്നത് ക്രിസ്തുവാണ്. എന്റെ ഇപ്പോഴത്തെ ഐഹിക ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിൽ വിശ്വസിച്ചുകൊണ്ടുള്ള, അവന് വേണ്ടി എന്നെ തന്നെ കൊടുത്തുകൊണ്ടുള്ള ഒരു ജീവിതമാണ് എന്റെ ഇപ്പോഴത്തെ ജീവിതം. എന്റെ സുഖം അന്വേഷിച്ചുകൊണ്ടുള്ള ജീവിതമല്ല, എന്റെ തിന്നലും കുടിക്കലും അന്വേഷിച്ചുകൊണ്ടുള്ള ജീവിതമല്ല. എന്റെ ജീവിതം കർത്താവിന് വേണ്ടിയുള്ള ഒരു ജീവിതമാണ്. അങ്ങനെയാണ് പൗലോസ് ഈശോയെ പോലെയായത്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഗെത്സമീൻ തോട്ടത്തിൽ ഈശോ പ്രാർത്ഥിച്ചു, എന്റെ ഇഷ്ടമല്ല പിതാവേ, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. എന്റെ ഇഷ്ടങ്ങളല്ല, അങ്ങയുടെ ഇഷ്ടം. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അധികം പിരിമുറുക്കങ്ങൾ സംഭവിക്കുന്ന ഒരു മേഖലയാണിത്. കുടുംബത്തിൽ ജീവിക്കുകയാണ്, ഭാര്യയും ഭർത്താവും ഒരുമിച്ച് കുടുംബത്തിൽ ജീവിക്കുകയാണ്. ഭർത്താവ് ഒരു ഇഷ്ടം, ഭാര്യയ്ക്ക് വേറൊരു ഇഷ്ടം. ഈ ഇഷ്ടങ്ങൾ തമ്മിൽ എന്ത് സംഭവിക്കും? ഒരു പിരിമുറുക്കം സംഭവിക്കും. അവസാനം ആരാണ് ഇത്തിരി വർത്താനം പറയാനൊക്കെ ഇത്തിരി വീക്കെന്ന് വെച്ചാൽ അയാൾ താന്നു കൊടുക്കും. ബലഹീനരാരോ അവര് താന്നു കൊടുക്കും. താന്നു കൊടുത്തു എന്ന് വിചാരിച്ച് ഉള്ളിലുള്ള ഇഷ്ടം ഉപേക്ഷിച്ചു എന്നർത്ഥമുണ്ടോ? ഇല്ല. ആ ഉള്ളിലുള്ള ഇഷ്ടവും പുറത്ത് സംഭവിക്കുന്ന ഇഷ്ടവും തമ്മിൽ ഒരു ക്ലാഷ് ഇങ്ങനെ നടന്ന് അവസാനം വാദം പിടിക്കും. ഹല്ലേലൂയ. ശരീരത്തിൽ നീര് വരും. ഇത് ഒരു ശാസ്ത്രീയപരമായ കാഴ്ചപ്പാടോടുകൂടെ കർത്താവ് തന്ന ഒരു ശാസ്ത്രീയമായ അറിവോടുകൂടെ പറയുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഹൃദയത്തിലുള്ള ഇഷ്ടം അത് വിട്ടുകൊടുക്കാതെ, അത് സറണ്ടർ ചെയ്യാതെ അവിടെ തന്നെ ഇങ്ങനെ പിടിച്ചു വെക്കുകയും വേറൊരു ഇഷ്ടത്തിന് കീഴടങ്ങി എന്നുള്ളത് ശരിയാണ്. അത് ഒരു ഉദാഹരണത്തിന്, നിങ്ങൾക്ക് സിനിമക്ക് പോകാൻ ഇഷ്ടമില്ല എന്ന് വിചാരിക്കുക. നിങ്ങളുടെ ഭർത്താവ് നിങ്ങളോട് പറയാണ്, വാ സിനിമക്ക് പോകാം എന്ന് പറയുമ്പോ ഇഷ്ടമില്ലാത്ത മനസ്സോടുകൂടെ നിങ്ങൾ വണ്ടി കയറി പോകുന്നു എന്ന് വിചാരിക്കുക. നിങ്ങൾ പോകുന്നുണ്ടോ? പോകുന്നുണ്ട്. ഇഷ്ടമുണ്ടോ? സന്തോഷമുണ്ടോ? ഉള്ളിൽ എന്താണുള്ളത്? പിരിമുറുക്കമാണുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളോട് ഒരാള് പിക്നിക്കിന് പോകാമെന്ന് പറയുന്നു, നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്ന് വിചാരിക്കും. പോകുമ്പോ എന്തുണ്ടാകും? പിരിമുറുക്കമുണ്ടാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അങ്ങനെയല്ല ഈശോ തന്റെ ഇഷ്ടത്തെ പിതാവിന് വിട്ടുകൊടുത്തത്. ഇപ്രകാരം ഒരു പിരിമുറുക്കത്തോടുകൂടെയല്ല എന്ന് പറയാനാണ് ഈ ഉദാഹരണങ്ങൾ പറഞ്ഞത്. ഇഷ്ടത്തെ ഈശോ പിതാവിന് വിട്ടുകൊടുത്തുകൊണ്ട് ഈശോ പറയാണ്, നോട്ട് മൈ വിൽ, അത് ഞാൻ ഇങ്ങോട്ട് പറിച്ച് കളഞ്ഞു തരുന്നു, നിന്റെ ഇഷ്ടം നിറവേറട്ടെ പൂർണ്ണ മനസ്സോടുകൂടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് മരുഭൂമിയിൽ ഈശോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥനയുടെ അവസാന ഘട്ടത്തിലെത്തി നിൽക്കുന്നു. അവസാന ഘട്ടത്തിലെത്തി പ്രാർത്ഥന ഇതാ സമാപിച്ചു. ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞു. എഴുന്നേറ്റു. മരുഭൂമിയിലാണ്. ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞു, സമയമൊക്കെ കഴിഞ്ഞു. പക്ഷേ ആരും കഞ്ഞിയും കറിയും വെച്ചിട്ടില്ല.
ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് അടുക്കളയിൽ ചെന്നപ്പോ അവിടെ വല്ലതും വേണ്ടേ? ആരെങ്കിലും ഉണ്ടോ അത് വെക്കാൻ? ഇല്ല, മരുഭൂമിയില്ല. അപ്പോൾ പിശാച് വന്നിട്ട് ഒരു ടെക്നിക്ക് പറഞ്ഞു. എന്താണ്? കഞ്ഞിയും കറിയൊന്നും വെച്ചിട്ടില്ല, ഇവിടെയുള്ള കല്ലുകളെ അപ്പമാക്കി തരാം. കല്ലെങ്ക കല്ല് വേഗം അപ്പമാക്ക. അപ്പോൾ ഈശോ പറഞ്ഞു, എന്റെ വിശപ്പല്ല പ്രധാനം. പിശാച് അപ്പമാക്കുന്ന കല്ലുകളെ ഈശോയ്ക്ക് വേണ്ട, നീ ഉണ്ടാക്കി തരുന്നത് എനിക്ക് വേണ്ടടാ. ഞാൻ പട്ടിണിയാണെങ്കിലും ഞാൻ മരിച്ചാലും നീ ഉണ്ടാക്കി നീ വെച്ച് വിളമ്പുന്നത് എനിക്ക് വേണ്ട, എനിക്ക് എന്റെ പിതാവ് വച്ചു വിളമ്പുന്നത് മതി എന്ന് പറയുന്ന ചങ്കുറ്റത്തെയാണ് സെൽഫ് ഡിറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്. എന്റെ വിശപ്പ് അവിടെ കിടന്നോട്ടെ, എനിക്ക് വിശക്കുന്നുണ്ട്, സത്യമാണ്. ആ വിശപ്പ് ഒരുപക്ഷെ മരണത്തോളം എത്തിയേക്കാം, ശരിയാണ്. എങ്കിലും തിന്മ വെച്ച് വിളമ്പുന്ന അപ്പം എനിക്ക് വേണ്ടെന്ന് പറയാനുള്ള ഉൾക്കരുത്തിനെയാണ് തന്നിൽ നിന്ന് തന്നെയുള്ള ആത്മപരിത്യാഗം എന്ന് പറയുന്നത്. കാരണം എന്റെ വിശപ്പിനേക്കാൾ എനിക്ക് പ്രിയപ്പെട്ടത്, എന്റെ ജീവനേക്കാൾ, എന്റെ വിശപ്പ് എന്ന് പറയുമ്പോൾ അത് ജീവനാണ്, എന്റെ വിശപ്പിനേക്കാൾ, എന്റെ മരണത്തെക്കാൾ എനിക്ക് വിലപ്പെട്ടത് എന്റെ ദൈവമാണെന്ന് ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ, ഈശോയേ. ഒരു സഹോദരി പറഞ്ഞു, അച്ഛാ എനിക്ക് ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായപ്പോൾ പണം തന്ന് ഒരാൾ സഹായിച്ചു. ആ പണം ഞാൻ ഇതുവരെ തിരിച്ചു കൊടുത്തിട്ടില്ല. തന്ന പണത്തിന്റെ ബലത്തിൽ അയാൾ ഇടയ്ക്കിടയ്ക്ക് എന്നെ സമീപിക്കുന്നുണ്ട്. ഞാൻ ജോലി ചെയ്യാൻ പോകുന്ന ഇടങ്ങളിൽ അയാൾ ചില താല്പര്യത്തോടെ, ചില താല്പര്യത്തിന്റെ ചില കണ്ണുകൾ വെച്ച് എന്റെ അടുക്കലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് സഹോദരി എന്ത് ചെയ്തെന്നറിയാവോ? ഞാൻ ആ ജോലി തന്നെ രാജിവെക്കുകയാണ്. കാരണം ഞാൻ പാപത്തിലേക്ക്, തിന്മ വെച്ച് വിളമ്പുന്ന അപ്പം ഒരുപക്ഷെ ഞാൻ കഴിച്ചു പോയേക്കാവുന്ന ഒരിടത്തിൽ ഞാൻ വസിക്കുകയില്ല എന്ന് പറഞ്ഞ് അവൾ ആ ജോലി രാജിവെക്കുന്നു. കാരണം എന്റെ വിശപ്പിനേക്കാൾ, എന്റെ സാമ്പത്തികമായ ആവശ്യങ്ങളെക്കാൾ എനിക്ക് വലുത് എന്റെ കർത്താവാണെന്ന് ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ, ഈശോയേ. കുഞ്ഞേ, നിന്റെ ജീവിതത്തിൽ ഇതുപോലെ ചില അപ്പങ്ങളുടെ പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ, തിന്മ വെച്ച് വിളമ്പുന്ന അപ്പം നിന്നെ പ്രലോഭിപ്പിക്കുമ്പോൾ, ഞാൻ മരിച്ചാലും ഈ അപ്പം തിന്നുകയില്ല എന്ന് നീ പറയുമോ? ഒരു സഹോദരി വിദേശത്ത് പോയി. ഇവിടെ നാട്ടിൽ വിവാഹമൊക്കെ ഉറപ്പിച്ചിട്ടുള്ളൊരു പെൺകുട്ടിയായിരുന്നു. അവൾക്ക് അവിടെ സഹായിക്കാൻ ആരുമില്ല. ഒരു യുവാവ് അവളെ സഹായിക്കാമെന്നേറ്റ് വന്നു. അവളെ പല സ്ഥലങ്ങളിൽ അവൾക്ക് ഇന്റർവ്യൂവിന് വേണ്ടി പോകാനായിട്ട്, പരീക്ഷ എഴുതാൻ പോകാൻ, വീടെടുത്തു കൊടുക്കാൻ, അങ്ങനെ പലതിനും സഹായിച്ചു. ഇപ്പോൾ അവൾ ആരുമായിട്ടാണോ നാട്ടിൽ വിവാഹം ഉറപ്പിച്ച് വെച്ചിരിക്കുന്നത് അവനോട് അവൾ പറയുകയാണ്, നമ്മുടെ വിവാഹം നടക്കുകയില്ല. കാരണം ആരുടെ അപ്പമാണോ അവൾ കുറച്ചു നാള് തന്റെ ഒരു നിവൃത്തികേട് കൊണ്ട് തിന്നുപോയതാണ് ചില അപ്പങ്ങൾ. നിവൃത്തികേട് കൊണ്ട് തിന്നുപോയ അപ്പത്തിന് ഇനി വിട്ടുപേക്ഷിക്കാൻ പറ്റാത്ത ഒരു കെട്ടവിടെ വീണുമെന്ന് കരുതിയില്ലല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ ഈശോ പറഞ്ഞു, എനിക്ക് അപ്പം വേണ്ട, എനിക്ക് അപ്പൻ മതി എന്ന് പറഞ്ഞു. നീ അപ്പത്തിന്റെ പിറകെ പോകുമോ, അപ്പന്റെ പിറകെ പോകുമോ?
നമ്മുടെ ജീവിതയാത്രകളിൽ പലപ്പോഴും അപ്പനെ വിട്ടിട്ട് അപ്പത്തിന്റെ പിറകെ പോയതിന്റെ കണക്കുകളുണ്ടെന്ന്. വല്ലാത്തൊരു കണക്കാണത്. നമ്മെ ഭാരപ്പെടുത്തുന്ന ഒരു കണക്കാണത്. കുമ്പസാരക്കൂട്ടിന്റെ മുമ്പിൽ നമ്മൾ തുറന്നു വെക്കുന്ന പുസ്തകത്തിലെ കണക്കാണത്. അപ്പനെ വിട്ടിട്ട് അപ്പത്തിന്റെ പിറകെ പോയതിന്റെ കണക്ക്. അച്ഛൻ വിരൽ ചൂണ്ടുന്നത് അച്ഛന് നേരെയാണ്. അപ്പനെ വിട്ടിട്ട് അപ്പത്തിന്റെ താൽക്കാലിക ലാഭത്തിന്റെയും സുഖത്തിന്റെയും പിറകെ പോയതിന്റെ കണക്കുണ്ട്. പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ പ്രലോഭനം അങ്ങനെയാണ്. നിനക്ക് ആൾക്കൂട്ടത്തെ വേണോ? ആൾക്കൂട്ടത്തെ വേണോ? ആൾക്കൂട്ടം വേണമെങ്കിൽ ഈശോ എന്ത് ചെയ്യണം? ഗിരിശൃംഗത്തിന്റെ മുകളിൽ നിന്ന്, ദേവാലയത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടണം. താഴേക്ക് ചാടുമ്പോൾ എന്ത് സംഭവിക്കും? മുകളിൽ നിന്ന് ഈശോ താഴേക്ക് ചാടുമ്പോൾ എന്ത് സംഭവിക്കും? പിശാച് വചനം പറയുകയാണ്, നിന്റെ കാലുകൾ കല്ലിൽ തട്ടാതിരിക്കാൻ ഞാൻ മാലാഖമാരെ അയക്കും. അപ്പോൾ മാലാഖമാര് വന്ന് ഈശോയെ താങ്ങും. അങ്ങനെ താങ്ങുമ്പോൾ യെരൂശലേം ദേവാലയത്തിന്റെ മുൻപിൽ തടിച്ചുകൂടിയിരിക്കുന്ന ജനലക്ഷങ്ങൾ ഒറ്റയടിക്ക് ഈശോയുടെ പിറകെ വരും. ആൾക്കൂട്ടം വേണമോ? ഹല്ലേലൂയ. ഈശോ വീണ്ടും പറഞ്ഞു, എനിക്ക് ആൾക്കൂട്ടം വേണ്ട, എനിക്ക് അപ്പൻ മതി. നീ നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുതെന്ന് ഈശോ പറയുന്നത് നീ ആൾക്കൂട്ടത്തെ നോക്കല്ലേ, അപ്പനെ നോക്കെന്നാണ്. നമ്മൾ പറയുന്നു അവരെങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടോ, ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടോ. ഹോസ്റ്റലിൽ പഠിക്കുന്ന കുട്ടികൾ പറയുന്നു, അച്ഛാ അവരൊക്കെ പിള്ളേരൊക്കെ കൂട്ടുകാരൊക്കെ അങ്ങനെയാണ്, അതുകൊണ്ട് ഞാനും അങ്ങനെയായി ഒരു മകൻ ഇപ്പോൾ കഞ്ചാവ് വിൽക്കുന്ന ശൃംഖലയിൽ പെട്ടുകിടക്കുകയാണ്. മോനെ, നീ എങ്ങനെയാടാ ഈ കഞ്ചാവ് വിൽക്കുന്ന ഒരാളായി മാറിയത്? കൂട്ടുകാരൊക്കെ അങ്ങനെയായി. ആൾക്കൂട്ടത്തെ നോക്കി നോക്കി അവൻ ഒടുവിൽ അപ്പനെ മറന്നെന്ന് ഈശോ പറഞ്ഞു. അതാണ് ഡിറ്റാച്ച്മെന്റ് ഫ്രം വൺ സെൽഫ് എന്ന് പറയുമ്പോ, എനിക്ക് ഈ ആൾക്കൂട്ടത്തിന്റെ ആരവം വേണ്ട, ആൾക്കൂട്ടത്തിന്റെ അഭിനന്ദനങ്ങൾ വേണ്ട, ആൾക്കൂട്ടത്തിന്റെ സൗഹൃദങ്ങളും വേണ്ട, എനിക്ക് എന്റെ അപ്പം പറയുന്നത് കേട്ടാ മതി എന്ന് പറഞ്ഞു നിൽക്കാൻ നിനക്ക് ചങ്കുറപ്പുണ്ടാകണമെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ ഡിറ്റാച്ച്മെന്റ് ഫ്രം വൺ സെൽഫ് ഉണ്ടാകണം. ഞാൻ എന്നെ തന്നെ ഉപേക്ഷിച്ചു, പിന്നെ എന്താ ആൾക്കൂട്ടം? എനിക്കൊരു പ്രശംസ കേൾക്കാനൊന്നും താല്പര്യമില്ലെന്നേ. എന്നെ കുറിച്ച് ആരെങ്കിലും നല്ലത് പറയണമെന്ന്, നീ നമ്മുടെ ദോസ്താണെന്ന്, നീ എന്റെ ചങ്കാണെന്ന് വേറെ ആരെങ്കിലും പറയുന്നത് കേൾക്കാൻ ഒരു താല്പര്യമില്ലെന്നേ. പിന്നെ എന്തിനാ ആൾക്കൂട്ടം? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ആ ഒരു താല്പര്യം ഉപേക്ഷിക്കപ്പെടുന്നതിന്റെ പേരാണ് ഡിറ്റാച്ച്മെന്റ്, ആത്മപരിത്യാഗം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ച അച്ഛൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇന്ന് പറയുമെന്ന്. ഇല്ലേ? സൗകര്യം ഉണ്ടെങ്കിൽ വന്നാ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായില്ലേ? മൂന്നാമതായി ഈശോ പറഞ്ഞു, അധികാരം തരാം, ഈ കാണുന്നതെല്ലാം തരാം. ഈശോ പറഞ്ഞു, അധികാരം വേണ്ട, അപ്പം മതി എന്ന് പറഞ്ഞു. നീ നിന്റെ ദൈവമായ കർത്താവിനെ അല്ലാതെ വേറെ ആരെയും ആരാധിക്കാൻ പോകരുതെന്ന് അപ്പം പറഞ്ഞിട്ടുണ്ട്. ഈ ഭൂമിയിലുള്ള മുഴുവൻ കിട്ടിയാലും എന്റെ അപ്പനെ ഞാൻ ഉപേക്ഷിക്കില്ല. കാരണം ഞാൻ എന്നെ തന്നെ അപ്പന് കൊടുത്തിരിക്കുകയാണ്. ഐ ഹാവ് സോൾഡ് മൈസെൽഫ് ടു ദ ഫാദർ. ഞാൻ എന്നെ തന്നെ എന്റെ ദൈവത്തിന് വിറ്റു. നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. യെസ്, ഞാൻ എന്നെ തന്നെ ദൈവത്തിന് വിറ്റു. ആഹാബിനെ കുറിച്ച് വചനം പറയുകയാണ്, അവൻ തന്നെ തന്നെ പാപത്തിന് വിറ്റു. ദൈവത്തിനല്ല വിറ്റത്, പാപം ചെയ്യാൻ വേണ്ടി തന്നെ തന്നെ പാപത്തിന് വിറ്റ ആഹാബിനെ പോലൊരു മ്ലേച്ഛൻ വേറെ ജെറൂസലേമിന്റെ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല.
ഹല്ലേലൂയ. അപ്പൊ പാപത്തിന് തങ്ങളെ തന്നെ വിറ്റവരുണ്ട്, ദൈവത്തിന് തങ്ങളെ തന്നെ വിറ്റവരുണ്ട്. ദൈവത്തിന് തങ്ങളെ തന്നെ വിൽക്കുന്നതിന്റെ പേരാണ് ആത്മപരിത്യാഗമെന്ന്. അങ്ങനെ തന്നെ തന്നെ ദൈവത്തിന് കൊടുത്താലേ നമുക്ക് ഈശോയുമായി ഇടപെടാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഇടപെടുമ്പോഴാണ് നമുക്ക് രൂപാന്തരീകരണം ഉണ്ടാകുന്നത്. ഉച്ചത്തിൽ വിളിച്ച ഈശോയേ, നമുക്ക് എന്തുകൊണ്ടാണ് രൂപാന്തരീകരണം ഉണ്ടാകാത്തത്? നമ്മൾ ചോദിക്കാറില്ലേ, ഞങ്ങളും ദൂരുന്ന ആളായിട്ട് പള്ളിയിൽ വരാൻ തുടങ്ങിയിട്ട് ഞങ്ങൾക്കൊരു മാറ്റം വന്നില്ല അല്ലേ? നീ നിന്നെ തന്നെ നിന്റെ ദൈവത്തിന് വേണ്ടി വിറ്റോ? അങ്ങനെ വിറ്റ് കഴിയുമ്പോഴാണ് നിനക്ക് രൂപാന്തരീകരണം ഉണ്ടാകുന്നത്, നിനക്ക് മഹത്വം ഉണ്ടാകുന്നത്, മഹത്വീകരണം ഉണ്ടാകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അച്ഛനും പറയാൻ പറ്റും, 50 വർഷം അച്ഛനായിട്ട് ജീവിച്ചു, ഒരു മാറ്റവും വന്നില്ല. കാരണം എന്താണ്? പുറമേയുള്ളത് ഉപേക്ഷിച്ചെങ്കിലും അകമേയുള്ളത് ദൈവത്തിനു വേണ്ടി വിറ്റിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ നമ്മുടെ കാര്യങ്ങൾക്ക്, നമ്മുടെ ഈ ലോകത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടി കർത്താവിനെ അന്വേഷിക്കുന്നവരല്ല, കർത്താവിന് വേണ്ടി കർത്താവിനെ അന്വേഷിക്കുന്നവരാണ്. അച്ഛൻ ആവർത്തിക്കാം, നമ്മൾ ഈ ലോകത്തിലെ ചില കാര്യങ്ങൾ നടക്കുന്നതിന് വേണ്ടി, എന്റെ രോഗം മാറുന്നതിന് വേണ്ടി, എന്റെ വസ്തു ഇടപാട് നടക്കുന്നതിന് വേണ്ടി, എന്റെ വിവാഹം നടക്കുന്നതിന് വേണ്ടി, എന്റെ വിവാഹ തടസ്സം മാറണം, എന്റെ ജോലി തടസ്സം മാറണം, എന്റെ വസ്തു ഇടപാട് നടക്കണം, എന്റെ കടബാധ്യത മാറണം, എന്റെ വിസ തടസ്സം മാറണം, അതിനുവേണ്ടി കർത്താവിനെ അന്വേഷിക്കുന്നവരല്ല നമ്മൾ. കർത്താവിന് വേണ്ടി ഞാൻ എന്നെ തന്നെ വിറ്റിട്ട് കർത്താവ് മതി എന്ന് പറഞ്ഞ് കർത്താവിനെ അന്വേഷിക്കുന്ന ഒരു സമൂഹമാണ്. അങ്ങനെയാകണം. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് ഇത്ര വലിയ മഴ പെയ്യുമ്പോഴും ആ മഴയെ അവഗണിച്ച് കയ്യിലുള്ള കാശ് മുടക്കി, ഇല്ലാത്ത കാശ് കടമെടുത്ത് ധ്യാന കേന്ദ്രത്തിലേക്ക് മറ്റു ജോലികളൊക്കെ മാറ്റിവെച്ച് ഈ പ്രാർത്ഥനയിലേക്കും ഈ ആരാധനയിലേക്കും ഈ വചന ശുശ്രൂഷയിലേക്കും നമ്മൾ കടന്നു വരുന്നത് നമുക്കൊന്നും കിട്ടാൻ വേണ്ടിയല്ല, കർത്താവിന് വേണ്ടിയാണെന്ന്. അടുത്ത ആഴ്ച ഇവിടെ ആരെങ്കിലും ഉണ്ടാവാമോ? ഭാഷണച്ചൻ പ്രസംഗിക്കും, അവസരച്ചരിച്ച് കേൾക്കും. ഞങ്ങൾക്ക് പിന്നെ പോവാൻ വേറെ സ്ഥലമില്ലല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അപ്പം വേണ്ട, ആൾക്കൂട്ടം വേണ്ട, അധികാരം വേണ്ട, കർത്താവ് മതി എന്ന് പറഞ്ഞതിന്റെ ഓർമ്മപ്പെടുത്തലാണ് മരുഭൂമിയിലെ പ്രാർത്ഥന എന്ന് പറയുന്നത്. ഈശോ തന്നെ ഉപേക്ഷിച്ചു. യേശു ശിഷ്യന്മാരോട് അത് തന്നെ പറഞ്ഞു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ. നിനക്ക് എന്റെ പുറകെ വരാൻ ആഗ്രഹമുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ വേണ്ട, ഇല്ലെങ്കിൽ പോയി കഞ്ഞി കുടിച്ചോ. എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തന്നെ തന്നെ പരിത്യജിച്ച്. എന്താണ് ഈ തന്നെ തന്നെ പരിത്യജിക്കുക എന്ന് പറയുന്നത്? അതാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തന്നെ തന്നെ പരിത്യജിച്ച് കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. അബ്സല്യൂട്ട് സ്റ്റേറ്റ്മെന്റ്. ആർക്കെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, യഥാർത്ഥത്തിൽ ആഗ്രഹമുണ്ടെങ്കിൽ, എന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒന്നല്ല, അതിപ്പോ തന്നെ നന്നാക്കാം. പക്ഷെ എന്നെ അനുഗമിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തന്നെ തന്നെ പരിത്യജിച്ച് എന്റെ പിറകെ വരട്ടെ, കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. മത്തായി 16:24. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ പറഞ്ഞൊരു വചനം അച്ഛൻ കൂടെ കൂടെ നിങ്ങൾ ഓർമ്മിപ്പിക്കാറുണ്ട്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 20-ാം അധ്യായം 24-ാമത്തെ തിരുവചനം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 20-ാം അധ്യായം 24-ാമത്തെ തിരുവചനം വായിച്ചേ. എന്നാൽ
എന്റെ ജീവൻ ഏതെങ്കിലും വിധത്തിൽ വിലപ്പെട്ടതായി ഞാൻ കണക്കാക്കുന്നില്ല. ഹല്ലേലൂയ. എല്ലാം ഉപേക്ഷിച്ചവന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, എന്റെ ജീവൻ ഏതെങ്കിലും വിധത്തിൽ വിലപ്പെട്ടതായി ഞാൻ കണക്കാക്കുന്നില്ല. അച്ഛനൊരു ചോദ്യം ചോദിക്കട്ടെ, നമുക്ക് ആർക്കെങ്കിലും ഈ സ്റ്റേറ്റ്മെന്റ് ഈ ഡയലോഗ് പറയാൻ പറ്റുമോ? ശരിക്കും ഒന്ന് പറഞ്ഞ അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ട്, എന്റെ ജീവൻ ഏതെങ്കിലും വിധത്തിൽ വിലപ്പെട്ടതായി ഞാൻ കണക്കാക്കുന്നില്ല. പലരും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കാൻ പറഞ്ഞിട്ട് നോക്കുന്നുമില്ല, പറയാൻ പറഞ്ഞിട്ട് പറയുന്നുമില്ല. എന്റെ ജീവൻ പറഞ്ഞേ ഏതെങ്കിലും വിധത്തിൽ വിലപ്പെട്ടതായി ഞാൻ കണക്കാക്കുന്നില്ല. അപ്പൊ പിന്നെ നീ എന്തിനാണ് ഈ ഓടുന്നത്? പൗലോസ് പറയാണ്, എന്റെ ഓട്ടം പൂർത്തിയാക്കണമെന്നും പറഞ്ഞേ ദൈവത്തിന്റെ കൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം നൽകാൻ കർത്താവായ യേശുവിൽ നിന്ന് ഞാൻ സ്വീകരിച്ചിട്ടുള്ള ദൗത്യം നിർവഹിക്കണമെന്നും മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസ് പറയുകയാണ്, എന്റെ ജീവൻ ഏതെങ്കിലും തരത്തില് എന്തെങ്കിലും വിലപ്പെട്ടതായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. കർത്താവ് എന്നെ ഒരു ഡ്യൂട്ടി ഏൽപ്പിച്ചിട്ടുണ്ട്, അത് പൂർത്തിയാക്കണമെന്ന് മാത്രമാണ് എൻ്റെ ആഗ്രഹം. എനിക്ക് സൂഹിക്കണമെന്ന് ആഗ്രഹമില്ല, എനിക്ക് കാഴ്ച കാണണമെന്ന് ആഗ്രഹമില്ല, എനിക്ക് ആളുകളുടെ മുമ്പിൽ വലിയ ആളാവണമെന്ന് ആഗ്രഹമില്ല, എന്തെങ്കിലും അധികാരം കിട്ടണമെന്ന് ആഗ്രഹമില്ല, ഒന്നും ആഗ്രഹമില്ല. എനിക്ക് ഒറ്റ ആഗ്രഹമുള്ളൂ, എൻ്റെ കർത്താവ് എന്നെ ഏൽപ്പിച്ചിട്ടുള്ള കാര്യം പൂർത്തിയാക്കണം. അങ്ങനെ ഒരു മനോഭാവത്തോടുകൂടെ ഈശോയോടുകൂടെ ഇടപെട്ടപ്പോ, ആസ്വദിച്ചപ്പോഴല്ല, ഇടപെട്ടപ്പോ പൗലോസ് ഈശോയെ പോലെയായി. ഉച്ചത്തിൽ വിളിക്കട്ടെ, ഈശോയേ, ഈശോയേ. ദാനിയേലിന്റെ പുസ്തകത്തിൽ 3 യുവാക്കളെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കഥ നമുക്ക് സുപരിചിതമാണ്. ഇവരോട് ചോദിച്ചു, നിങ്ങൾക്ക് ജീവിക്കണോ? നിങ്ങൾക്ക് ജീവൻ വേണോ? കർത്താവ് വേണോ? നമ്മളോട് ചോദിക്കാണ്, നിങ്ങൾക്ക് ജീവൻ വേണോ? കർത്താവ് വേണോ? നമ്മൾ പറയും, ജീവിച്ചാലല്ലേ കർത്താവ് ഉണ്ടായിട്ട് കാര്യമുള്ളൂ, അല്ലേ? ഇപ്പൊ ജീവൻ ഇല്ലെങ്കിൽ പിന്നെ കർത്താവ് ഉണ്ടായിട്ട് കാര്യമുണ്ടോ? ഉണ്ടോ? പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിലുള്ള ഒരു തലമുറയിലൂടെ അവസാനിക്കുന്നതല്ല ദൈവത്തിന്റെ അനുഗ്രഹമെന്ന്. ഈ പിള്ളേര് പറഞ്ഞു, ഞങ്ങൾക്ക് ജീവൻ വേണ്ട, ഞങ്ങൾക്ക് കർത്താവ് മതി. നമുക്ക് കഥ അറിയാലോ. മുമ്പിൽ തീച്ചൂളയാണ്, അവർക്ക് ഒറ്റ കാര്യം ചെയ്താൽ മതി, 10 അടി വീതിയും 90 അടി പൊക്കമുള്ള സ്വർണ്ണ വിഗ്രഹത്തെ നോക്കി ഒന്ന് കുമ്പിട്ട് ആരാധിച്ചാ മതി, ജീവിക്കാം. അവര് പറഞ്ഞു, ഞങ്ങളത് ചെയ്യില്ല, കാരണം ഞങ്ങൾക്ക് കർത്താവ് മതി. കൊന്നാലും നിങ്ങൾക്ക് ഞങ്ങളുടെ ശരീരത്തെ അല്ലേ കൊല്ലാൻ പറ്റുള്ളൂ, ഞങ്ങളുടെ ആത്മാവിനെ നിങ്ങൾക്ക് തൊടാൻ പറ്റില്ലല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ പറഞ്ഞവരാണ് തീച്ചൂളയിലേക്ക് എറിയ എനിക്ക് കർത്താവ് മതി എന്ന് പറയുന്ന മനോഭാവം. ഹല്ലേലൂയ. ഇങ്ങനെ ഒരു മനോഭാവം നമ്മളിൽ വളരാൻ ചെറിയ കാര്യമല്ല. ഇത് വളരാൻ നമുക്ക് എന്തുണ്ടാകണം? നിത്യതയെ കുറിച്ചുള്ള ചിന്തയുണ്ടാകണം. നിത്യതയെ കുറിച്ച് ചിന്തയില്ലാത്തവൻ നേരത്തെ പറഞ്ഞതുപോലെ പറയും, ജീവിച്ചാലല്ലേ. എവിടെ ജീവിച്ചാൽ നിത്യതയെ കുറിച്ചുള്ള ചിന്തയുണ്ടാകണമെന്ന് പഠിപ്പിച്ചുകൊണ്ട് ഈശോ പറഞ്ഞു. മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 43 മുതലുള്ള തിരുവചനങ്ങൾ. നിന്റെ കൈയല്ല പ്രധാനപ്പെട്ടത്, നിന്റെ കാലല്ല പ്രധാനപ്പെട്ടത്, നിത്യതയാണ്, സ്വർഗമാണ് പ്രധാനപ്പെട്ടത്. ഒരു സഹോദരി ജോലി ഉപേക്ഷിച്ച് പോന്നത് പ്രാർത്ഥിക്കാൻ അവിടെ സൗകര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. നല്ല ശമ്പളമൊക്കെ കിട്ടുന്ന ജോലിയായിരുന്നു.
എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, എനിക്ക് കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ പറ്റുന്നില്ല. നിന്റെ കൈ നിനക്ക് പാപഹേതുവാകുന്നെങ്കിൽ, അതായത് നിന്റെ കൈ മൂലം നീ ദൈവത്തിൽ നിന്ന് അകലുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിന്റെ ഒരു ജോലി മൂലം, ഒരു സഹോദരൻ ജോലി ഉപേക്ഷിച്ചു, അത്യാവശ്യം നല്ല ശമ്പളമൊക്കെ ഉള്ള ജോലിയായിരുന്നു, ബാറിലായിരുന്നു. സഹോദരൻ ജോലി ഉപേക്ഷിച്ചു, മാനേജറായിരുന്നു. പറഞ്ഞു, എനിക്ക് നിത്യത നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. രണ്ട് കൈയുള്ളവനായി നരകത്തിൽ പോയി കിടക്കുന്നതിനേക്കാൾ, നല്ല സാലറി ഉള്ളവനായി നരകത്തിലേക്ക് പോകുന്നതിനേക്കാൾ, ആ സാലറി ഇല്ലാത്തവനായി സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി ഞാൻ ഈ ജോലി ഉപയോഗിച്ചു. ഈശോ അതാ പഠിപ്പിച്ചത്. നിന്റെ കൈ നിനക്ക് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നുണ്ടെങ്കിൽ, നിന്റെ ജോലി നിനക്ക് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നുണ്ടെങ്കിൽ, നിന്റെ സുഹൃത്ത് നിനക്ക് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നുണ്ടെങ്കിൽ, ആ സുഹൃത്തിനെ ഉപേക്ഷിക്ക്, ആ ജോലി ഉപേക്ഷിക്ക്, നീ അത് വെട്ടിക്കളയ്. ഇരു കൈകളുമുള്ളവനായി നരകത്തിലെ കെടാത്ത അഗ്നിയിൽ നിവദിക്കുന്നതിനേക്കാൾ നല്ലത് അംഗഹീനനായി ജീവനിലേക്ക് പ്രവേശിക്കുന്നതാണ്. അതായത് നിത്യതയെ കുറിച്ച് ചിന്തയുണ്ടെങ്കിൽ, അപ്പോൾ നിനക്ക് ഉപേക്ഷിക്കാൻ നിന്നെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്ന് പറയുന്നത് നിത്യതയെ കുറിച്ചുള്ള ചിന്തയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു മകള് വന്നിട്ട് പറഞ്ഞു, അച്ഛാ എനിക്ക് നല്ലൊരു ഫ്രണ്ട് ഉണ്ട്. വെരി ഗുഡ്, ഞങ്ങൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. വെരി ഗുഡ്, കല്യാണം നന്നായിട്ട് നടക്കട്ടെ. അപ്പൊ എന്താ കുഴപ്പം? വീട്ടുകാര് സമ്മതിക്കുന്നില്ല. അവര് സമ്മതിക്കട്ടെ, വേഗം സമ്മതിക്കട്ടെ, നല്ല കല്യാണം, നല്ല ഫ്രണ്ട് അല്ല. അല്ല പയ്യൻ വേറെ, മനസ്സിലായില്ലേ? ഓഹോ, അച്ഛൻ പറഞ്ഞൊക്കെ തിരിച്ചെടുത്തിരിക്കുന്നു. എന്താണ് കുഴപ്പം? നിനക്ക് ഈശോയെ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു ഫ്രണ്ടാണ്. നിന്റെ മക്കൾക്ക് ഈശോയെ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു ഭർത്താവാണവൻ. നിന്റെ മക്കൾക്ക് ദിവ്യകാരുണ്യം കിട്ടില്ല, നിന്റെ മക്കൾക്ക് പള്ളിയിൽ പോകാൻ പറ്റില്ല, നിന്റെ മക്കൾക്ക് വിശ്വാസം കിട്ടില്ല, നിന്റെ മക്കൾ ഈശോയെ അറിയാത്ത തലമുറയായി മാറും. കാരണം ആരാണ്? ഇപ്പോഴുള്ള നിന്റെ ഫ്രണ്ട്. അപ്പൊ എന്ത് വേണം? അത് ഉപേക്ഷിക്കും. വചനത്തിൽ ഈശോയുടെ അടുത്ത് വന്ന് ഞാൻ നിത്യജീവൻ പ്രാപിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട് തലയും താഴ്ത്തി മടങ്ങിപ്പോയവനെ പോലെ ഇവള് തലയും താഴ്ത്തി മടങ്ങിപ്പോയി. ഇനി ഒരിക്കലും ഈ വഴിക്ക് വരില്ല എന്ന് തീരുമാനമെടുത്തു. ഒരു കുഴപ്പമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവള് വന്നത് UK പോവാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചുകൊണ്ടാണ്. പരീക്ഷ എഴുതാൻ ഏത് ഡേറ്റ് എടുക്കണം? അച്ഛൻ പറഞ്ഞു, നീ ആദ്യം ആ ബന്ധം ഉപേക്ഷിക്കുക. ആ ബന്ധം ഉപേക്ഷിക്കാനുള്ള ഒരു ഡേറ്റ് എടുക്കും. ഈശോയെ നഷ്ടപ്പെടുത്തുന്ന, നിത്യജീവൻ നഷ്ടപ്പെടുത്തുന്ന ഒരു സൗഹൃദം നീ ഉപേക്ഷിക്ക്. അത് കഴിഞ്ഞിട്ട് മതി നിന്റെ OETയുടെ ഡേറ്റ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ പറഞ്ഞു, നിന്റെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിന്റെ ഹൃദയം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ ലോകത്തിലുള്ള പലതും ഉപേക്ഷിക്കാൻ നിന്നെ സഹായിക്കുന്ന ചിന്ത എന്ന് പറയുന്നത് നിത്യതയെ കുറിച്ചുള്ള ചിന്തയാണ്. നിനക്ക് സ്വർഗം വേണോ നരകം വേണോ? നരകം മതിയെങ്കിൽ ഈ ലോകം വെച്ച് നീട്ടിയ അപ്പം നീ തിന്നോ? നരകം മതിയെങ്കിൽ ലോകം വെച്ച് നീട്ടിയ ആൾക്കൂട്ടത്തിന്റെ അഭിനന്ദനങ്ങൾക്ക് പിറകെ നീ വഹിക്കോ? നരകം മതിയെങ്കിൽ പിശാച് കാണിച്ചു തന്നതിനെ, പിശാചിനെ ആരാധിച്ചുകൊണ്ട് ലോകത്തിന്റെ പലതും നീ സ്വന്തമാക്കിക്കോ. പക്ഷെ നിനക്ക് അപ്പനെ വേണമെങ്കിൽ, സ്വർഗം വേണമെങ്കിൽ ചിലത് കട്ട് ചെയ്യേണ്ട വരും. നിത്യതയെ കുറിച്ചുള്ള ചിന്തയുണ്ടോ കുഞ്ഞെ നിന്റെ മനസ്സിൽ? ഹല്ലേലൂയ. ഉച്ചത്തിൽ വിളിച്ച ഈശോയേ. അതുപോലെ ഉപേക്ഷിക്കാനായിട്ട് നമ്മെ സഹായിക്കുന്ന മറ്റ് ഘടകങ്ങൾ, അതുപോലെ ഉപേക്ഷിച്ചാലുള്ള ഗുണങ്ങൾ അല്ലെ? നമ്മളെ ഏറ്റവും അധികം താല്പര്യം കിട്ടുന്ന കാര്യം എന്ത് ഗുണം ഉണ്ടാവും എന്നുള്ള അല്ലെ?
ഇത് ചെയ്താലുള്ള ഗുണങ്ങൾ, ഇപ്പൊ ഇന്ന് പറഞ്ഞതൊക്കെ അത്ര ഗുണമുള്ള ഗുണങ്ങളിലേക്കാണെങ്കിലും അടുത്ത ആഴ്ച പറയാൻ പോകുന്നത് ഇതിന്റെ ഒക്കെ ഭയങ്കര ഗുണങ്ങളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. നിങ്ങൾ 10 പേരെ വെച്ച് കൂട്ടിക്കൊണ്ട് വന്നാൽ പോരാ, ഓരോരുത്തരും ഒരു 50 പേരെ വെച്ച്, ഇത് ശരിക്കും തന്നെ പറയുന്നതാണ്, വരുന്നവർക്കൊക്കെ ലഡു കിട്ടിയ പോലെയായിരിക്കും. ഇത് ഉപേക്ഷിച്ചാൽ പരിത്യാഗത്തിന്റെ ഫലങ്ങൾ, പ്രിയപ്പെട്ടവരെ, അത് സ്വർഗീയമാണ്, അത് വലുതാണ്. അപ്പോൾ അടുത്ത ആഴ്ച അതിനെക്കുറിച്ചും, അതായത് ഉപേക്ഷിക്കാൻ നമ്മെ സഹായിക്കുന്ന മറ്റ് 3 കാര്യങ്ങളെ കുറിച്ചും, ഉപേക്ഷിച്ചാലുള്ള ഒരു 15ഓളം അനുഗ്രഹങ്ങളെ കുറിച്ചും നമ്മൾ അടുത്ത ആഴ്ച പഠിക്കുന്നതായിരിക്കും. ഹല്ലേലൂയ. ഇപ്പൊ ഇതുപോലെ ധാരാളം സാധാരണ മതി എന്നാരും പറയാറില്ല, ഇന്ന് മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരാള് പോലും കുറച്ചും കൂടി പറയച്ചാന്ന് പറഞ്ഞില്ല. അതാണ് ഈ പ്രസംഗത്തിന്റെ ഒരു ഗുണം. കേൾക്കും തോറും മതി 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 എന്ന്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.